ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക്പീഡിയ 123 യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അനൂപ് കൃഷ്ണ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് റോയൽ എൻഫീൽഡ് ഹിമാലയൻ മോഡൽ ബൈക്കിൽ എങ്ങനെയാണ് ഓയിൽ ചേഞ്ച് ചെയ്യുന്നത് എന്നത് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് തന്നെ ചെയ്യുക. തുടർന്ന് നമ്മളിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ഈ മാജിക്പീഡിയ 123 യൂട്യൂബ് ചാനൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഹിമാലയൻ മോഡൽ ബൈക്കുകളിൽ എങ്ങനെയാണ് ഓയിൽ ചേഞ്ച് ചെയ്യുന്നത് എന്നാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഓയിൽ ചേഞ്ച് ചെയ്യുന്നതിനായി ആദ്യമായി നമ്മളിവിടെ അഴിക്കേണ്ടത് 8-ന്റെ ഈ കാണുന്ന 2 ബോൾട്ടുകളാണ്. ഓയിൽ ചേഞ്ച് ചെയ്യുന്നതിനായി 8-ന്റെ ഒരു ടീ റാഡ് മാത്രമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. എഞ്ചിനുള്ളിലെ ഓയിൽ പുറത്തേക്ക് കളയുവാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന 8-ന്റെ 2 ബോൾട്ടുകളാണ് നമുക്ക് ആദ്യം ഊരിയെടുക്കേണ്ടത്. ബോൾട്ടുകൾ അഴിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതിനടിയിലേക്ക് ഒരു കാർഡ്ബോർഡ് കഷ്ണം വെച്ച് കൊടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഒരു കാർഡ്ബോർഡ് കഷ്ണം വെച്ച് കൊടുക്കുന്നത് ഓയിൽ കറക്റ്റായിട്ട് ട്രേയിലേക്ക് വീഴുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലാത്ത പക്ഷം ഓയിൽ ചേസിൽ ഘടിപ്പിച്ചിട്ടുള്ള ഷീൽഡിനിടയിലേക്ക് പോകുന്നതാണ്. അതുകൊണ്ട് 8-ന്റെ 2 ബോൾട്ടുകൾ അഴിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതുപോലെ ഒരു കാർഡ്ബോർഡ് കഷ്ണം ഇവിടെ വെച്ച് കൊടുക്കാവുന്നതാണ്. ബോൾട്ടുകൾ അഴിക്കുന്നതിന് മുമ്പ് 2 ബോൾട്ടുകളും ചെറുതായി ഒന്ന് ലൂസ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം മാത്രം ബോൾട്ടുകൾ അഴിച്ചു തുടങ്ങുക. ബോൾട്ടുകൾ രണ്ടും അഴിച്ചതിന് ശേഷം ഓയിൽ ക്യാപ്പ് ഇളക്കിയെടുക്കാവുന്നതാണ്. ഓയിൽ മുഴുവനായും പുറത്തു പോയതിനു ശേഷം ഓയിൽ സ്റ്റെയിനർ പുറത്തെടുത്ത് ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. അതിനായി ഈ കാണുന്നത് പോലെ ഓയിൽ സ്റ്റെയിനർ പുറത്തെടുക്കുക. ഈ കാണുന്നതാണ് ഹിമാലയൻ മോഡൽ വണ്ടികളിൽ വരുന്ന ഓയിൽ സ്റ്റെയിനർ. ഈ കാണുന്ന സ്റ്റെയിനർ നമുക്കൊന്ന് എയർ അടിച്ച് ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടെ സ്റ്റെയിനർ ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞു. എഞ്ചിൻ ഓയിൽ മുഴുവനായി പുറത്തേക്ക് പോകുവാനായി വണ്ടി കുറച്ച് ചരിച്ചു കൊടുക്കുക. അപ്പോൾ ബാക്കി അവശേഷിക്കുന്ന ഓയിൽ കൂടി പുറത്തു പോകുന്നതാണ്. ഓയിൽ മുഴുവനായി പുറത്ത് പോയതിനു ശേഷം നമുക്ക് വണ്ടി താത്ത് വയ്ക്കാവുന്നതാണ്. അതിനുശേഷം ഈ കാണുന്നത് പോലെ ഓയിൽ സ്റ്റെയിനർ നമുക്ക് ഇതിലേക്ക് ഇടേണ്ടതാണ്. വീതി കുറഞ്ഞ ഭാഗം അകത്തേക്ക് പോകുന്ന രീതിയിൽ വേണം ഓയിൽ സ്റ്റെയിനർ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. സൈഡ് ക്യാപ്പ് അടയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിലൊരു റബ്ബർ വാഷർ വരുന്നുണ്ട്. അത് അതിൽ തന്നെ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം മാത്രം സൈഡ് ക്യാപ്പ് തിരിച്ചടയ്ക്കുക. ബോൾട്ടുകൾ രണ്ടും നമുക്ക് കൈകൊണ്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. കൈകൊണ്ട് മാക്സിമം ടൈറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ടൂൾസ് ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യേണ്ടത്.
രണ്ട് ബോൾട്ടുകളും കൈകൊണ്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ടൂൾ ഉപയോഗിച്ച് ബോൾട്ടുകൾ നന്നായി ടൈറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ബോൾട്ടുകൾ ടൈറ്റ് ചെയ്യുമ്പോൾ ഓവർ ടൈറ്റ് ചെയ്യാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓവർ ടൈറ്റ് ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ത്രെഡ് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതുപോലൊരു ബോക്സിൽ പാക്ക് ചെയ്താണ് ഹിമാലയൻ്റെ ഓയിൽ ഫിൽറ്റർ വരുന്നത്. ഹിമാലയൻ്റെ ഓയിൽ ഫിൽറ്റർ 99 രൂപയാണ് വില വരുന്നത്. ഈ കാണുന്നതാണ് ഹിമാലയൻ്റെ ഓയിൽ ഫിൽറ്റർ. ഫിൽറ്റർ കുറച്ചു നേരം ഓയിലിൽ ഡിപ്പ് ചെയ്യാൻ ഇടേണ്ടതുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് ഫിൽറ്ററിനുള്ളിലെ എയർ പുറത്തേക്ക് പോയി ഫിൽറ്റർ ഓയിലുമായിട്ട് കലരുന്നതിന് വേണ്ടിയിട്ടാണ്. ഫിൽറ്റർ ചേഞ്ച് ചെയ്യുന്നതിനായിട്ട് 8ൻ്റെ ഈ കാണുന്ന 3 ബോൾട്ടുകളാണ് നമുക്കിവിടെ അഴിച്ചെടുക്കേണ്ടത്. ഈ കാണുന്ന പോലെ ബോൾട്ടുകളെല്ലാം ഒരേപോലെ ഊരിയെടുക്കാവുന്നതാണ്. ഫിൽറ്റർ ക്യാപ്പിൻ്റെ താഴെയായിട്ട് വരുന്ന ഈ ഒരു ബോൾട്ട് മാത്രമാണ് ഇതിൽ വലുതായിട്ടുള്ളത്. ബാക്കി 2 ബോൾട്ടുകളും തുല്യ അളവുകളാണ്, ചെറിയ ബോൾട്ടുകളുമാണ്. ഫിൽറ്റർ ക്യാപ്പ് അഴിച്ചെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ഫിൽറ്റർ ക്യാപ്പ് ഗ്യാസ്കറ്റ് കൂടി വരുന്നുണ്ട്. അത് എടുത്ത് മാറ്റി വയ്ക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഈ കാണുന്ന പഴയ ഫിൽറ്റർ ഇളക്കി മാറ്റാവുന്നതാണ്. ഓയിലിൽ ഡിപ്പ് ചെയ്യാനിട്ടിരുന്ന ഫിൽറ്റർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ബ്ലാക്ക് വാഷർ വരുന്ന ഭാഗമാണ് അകത്തേക്ക് പോകേണ്ടത്. അതിനുശേഷം ഫിൽറ്റർ ക്യാപ്പും അതുപോലെ ഗ്യാസ്കറ്റും ക്ലീൻ ചെയ്തതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഈ കാണുന്ന വലിയ ബോൾട്ട് ക്യാപ്പിലേക്ക് പിടിപ്പിച്ചതിന് ശേഷം ഇത് അടയ്ക്കാവുന്നതാണ്. ഈ കാണുന്നത് പോലെ കൈകൊണ്ട് ബോൾട്ടുകൾ നന്നായി തിരിക്കിയതിന് ശേഷം മറ്റ് ബോൾട്ടുകളും ഇട്ട് കൊടുക്കാവുന്നതാണ്. എല്ലാ ബോൾട്ടുകളും കൈകൊണ്ട് ടൈറ്റ് ചെയ്യാവുന്ന മാക്സിമം ടൈറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ടൂൾസ് ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യേണ്ടത്.
ഹിമാലയൻ മോഡൽ ബൈക്കുകളുടെ എഞ്ചിൻ ഓയിൽ ഗ്രേഡ് വരുന്നത് 50W50 സെമി സിന്തറ്റിക് ആണ്. ഹിമാലയൻ്റെ എഞ്ചിൻ ഓയിൽ കപ്പാസിറ്റി 2.3 ആണ്. നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന ഓയിലിൻ്റെ അളവ് 1.8 ആണ്. 1.8 വരെയൊക്കെ ഓയിൽ ഒഴിക്കുമ്പോൾ തന്നെ എഞ്ചിൻ്റെ ലെവൽ കറക്റ്റ് ആവുന്നതാണ്. അതിനുശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് റേസ് ചെയ്യുക. അപ്പോൾ തന്നെ ഓയിൽ ലെവൽ താഴുന്നതാണ്. പിന്നെ ഓയിൽ ടോപ്പപ്പ് ചെയ്യുകയാണ് വേണ്ടത്. ഓയിൽ ക്യാപ്പ് അഴിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓയിൽ ക്യാപ്പിൽ ഒരു റബ്ബർ വാഷർ വരുന്നുണ്ട്. ഇത് ഇളക്കിയെടുക്കുമ്പോഴും തിരിച്ചടയ്ക്കുമ്പോഴും ഇത് ഇതിൽ തന്നെ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. ഈ കാണുന്ന 2 വരകൾക്കിടയിലുമാണ് ഓയിലിൻ്റെ ലെവൽ വരേണ്ടത്. ഇനി നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഓയിൽ ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓയിൽ ലെവൽ ഈ 2 വരകൾക്കിടയിൽ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഈ 2 വരകൾക്കിടയിലും ഓയിൽ വരുന്നത് വരെ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ലെവൽ കറക്റ്റായതിനു ശേഷം നമുക്കിവിടെ ക്യാപ്പ് അടയ്ക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് റേസ് ചെയ്യുകയാണ് വേണ്ടത്. അതിനായിട്ട് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഓയിൽ ലെവൽ താഴ്ന്നതായിട്ട് നമുക്ക് കാണാം. ഇനി നമുക്കിവിടെ ഓയിൽ ടോപ്പപ്പ് ആണ് ചെയ്യേണ്ടത്. ഓയിൽ ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഓയിൽ കുറഞ്ഞു പോകുവാനോ കൂടി പോകുവാനോ പാടില്ല. അതുകൊണ്ട് ടോപ്പപ്പ് ചെയ്യുമ്പോൾ വളരെ കുറേശ്ശെ ഓയിൽ മാത്രം ഒഴിക്കുക. അതിനുശേഷം നമുക്ക് ഓയിൽ ക്യാപ്പ് തുറന്ന് ഓയിൽ കുറേശ്ശെ ടോപ്പപ്പ് ചെയ്യാവുന്നതാണ്. ഓയിൽ കുറേശ്ശെ ഒഴിക്കുക. ഓയിൽ ഒഴിക്കുന്നതിനോടൊപ്പം ഓയിൽ ലെവൽ ഉയരുന്നതും പ്രത്യേകം ശ്രദ്ധിക്കുക. 2 വരകൾക്കിടയിലും ഓയിൽ ലെവൽ എപ്പോൾ എത്തുന്നുവോ അപ്പോൾ ഓയിൽ ഒഴിക്കുന്നത് നിർത്താവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഓയിൽ ലെവൽ കറക്റ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഓയിൽ ക്യാപ്പ് തിരിച്ചടയ്ക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടി വേണ്ടി ഷെയർ ചെയ്യുക. It's caught in the crossfire.